24 മണിക്കൂറിനുള്ളിൽ അവനെ കുറിച്ചുള്ള വിവരങ്ങൾ സ്റ്റേഷനിൽ തന്നിരിക്കണം. ഇല്ലെങ്കിൽ ചവിട്ടിന്റെ ലങ്സിലേക്ക് കളയും. എവിടാ അവര്? ആര്? ആ പെരേരയും ബെന്നിയും. നമ്മക്കറിയില്ല. അവരെവിടെയുണ്ടെന്ന് പറയുന്നവരെ നിന്നെ മനസമാധാനത്തോടെ ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. മനസ്സിലായോ? എന്താ ചെയ്തലിക്കത്? അപ്പൊ എന്നെ പറ്റി കേട്ടതൊക്കെ ശരിയാണല്ലേ? പഴയ പണിയൊക്കെ നിർത്തി പുണ്യാളച്ചനാവാൻ പോണെന്ന് പറഞ്ഞിട്ട് ചെയ്തലിക്ക ഞാൻ ഒന്നും നീ പറയണ്ട. നീയും ആ പെരേരും കാരണം എന്റെ ജീവിതം നായാക്കി. ഇടി കഴിഞ്ഞ നേരല്ലേ പോരേല്. ഇന്റെ കെട്ടിയാലും കുട്ടിയാലും അവരെ വീട്ടിലാക്കിയിരിക്കാണ് ഞാൻ. ചെയ്തലിക്ക ഞാൻ പറയടാ, കണ്ണു ചോരില്ലാത്ത പണിയല്ലേ നീ ചെയ്ത്. മര്യാദയ്ക്ക് അവന്റെ പണം കൊണ്ടുപോയിക്കോട്. അല്ലെങ്കിൽ ഇന്നു മുതൽ നീയും ഞാനും തമ്മിൽ ആ പണം തിരിച്ചു കൊടുക്കാൻ തന്നെ ഞാൻ വന്നിരിക്കുന്നത്. അതെ, നടന്നതല്ല ഞാൻ പറയാം. അതെ, നിങ്ങൾ ഇങ്ങനെ പുറകെ നടന്നിട്ട് ഒരു കാര്യമില്ല. എനിക്ക് ബെന്നി അറിയില്ല, പെരേറെ അറിയില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ? പെരേരെ രക്ഷിക്കാനുള്ള പയ്യല്ലേ നമ്മൾ നോക്കണേ. അവന്റെ പെങ്ങളുടെ ഓപ്പറേഷനുള്ള പണം കൊണ്ട് ബെന്നി എത്തിയിട്ടുണ്ട്. ബെന്നി ബെന്നി നിങ്ങൾ ഇവിടെ നിന്നാ മതി. ഞാൻ ചെന്ന് ജോസി വിളിച്ചോണ്ട് വരാം. ബെന്നി, ഓളെ നമുക്ക് വിശ്വസിക്കാലോ അല്ലേ? അല്ല, നമ്മളോട് കൂടി ഇരുന്നോളാൻ പറഞ്ഞിട്ട് അവൾ അകത്തോട്ട് പോലീസിന് ഫോൺ ചെയ്താലോ? ആശുപത്രി ചെയ്താൽ പോരെ? അത് ശരിയാ. അല്ല, നമുക്കിപ്പോ ആരെ വിശ്വസിക്കാൻ പാടില്ലെന്ന് ഒരു പിടി കിട്ടാതായിരിക്കുന്നു. ആകെപ്പാട് ഒരു കൺഫ്യൂഷ്യസ്. ജോസി, 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 ജോസി. മേഴ്സിക്ക് ഇനിയും ബെന്നിക്ക് വേണ്ടി കാത്തിരിക്കുന്നതിൽ അർത്ഥമുണ്ടെന്ന് തോന്നുന്നില്ല. ഞാൻ പോലീസിന് കീഴടങ്ങാൻ പോവുകയാണ്. എല്ലാം ഞാൻ അവരോട് തുറന്നു പറയും. തൽക്കാലം പോലീസിന്റെ ഉപദ്രവത്തിൽ നിന്നും നാൻസി രക്ഷപ്പെടുമല്ലോ. നേരിട്ട് പറഞ്ഞാൽ നീ സമ്മതിക്കില്ലെന്ന് അറിയാവുന്നതുകൊണ്ടാണ് ഈ ഭീരുത്വം കാണിക്കുന്നത്. എല്ലാം വിധി പോലെ വരട്ടെ. സ്നേഹത്തോടെ, ജോസി. ജോസി എവിടെ? ഞാൻ പോലീസിന് കീഴടങ്ങാൻ പോവുകയാണ്. എന്ത് മണ്ടത്തിലാണ് അയാൾ കാണിച്ചത്? പോലീസിന്റെ കയ്യിൽ അങ്ങനെ കിട്ടിയ ഇത് പിടിച്ചേ. എന്താ എന്ത് പറ്റി? ഒന്നും പറ്റിയില്ല. സൈഡിലേക്ക് അങ്ങോട്ട് നീങ്ങിയില്ല. ഞാനെന്താ നീങ്ങിയിരിക്കുന്നു? 10 മുതലേ ഞാൻ വണ്ടി പറഞ്ഞില്ല. തമ്പി, ഏതാവത് വിവരം കിടച്ചാ ഉടനെ അറിയിച്ചിടുങ്കോ. ശരി മുറുക, ഒന്നും ചൊല്ലി പ്രയോജനമില്ല. அந்த 5000 கோடி തിരുമറി നടത്തിന് അർഷദ് മേത്താവ ഇന്നും ജയിലിൽക്കുള്ള പോള മുടിയില്ല. പിന്നെ അല്ലവാ இந்த 5 ലക്ഷം മോഷിച്ച പരേരാ. அந்த அயோக்கிய பையன் கையில கிடைச்ச நான் கொலை பண்ணிடுவேன். டேய் சாவுக்குறாக்கி ജോസി, നീ ഇപ്പൊ പോലീസിന് പിടി കൊടുക്കരുത്. വിടാനാ പറഞ്ഞു. ഇല്ല, ഞാൻ സറണ്ടർ ആയില്ലെങ്കിൽ നാൻസി അവര് നിന്റെ പണമായിട്ട് ഞാൻ വന്നിരിക്കുന്നു. ഓടി വാങ്ങോ.
ഓടി വാക്കോ, ഓടി വാക്കോ, പരേരെ പിടിച്ചാക്ക്. ഈ 5 ലക്ഷം പരേരെ പിടിച്ചാക്ക്. ഓടി വാക്കോ, ശീഘ്രം. അയ്യോ, പിശാചി. ഓടി വാ. നമ്മുടെ സാധ്യല്ല എന്ത് പറ്റി സ്വാമി? രജനീകാന്ത് ഇടിக்கிற മാറി ഇടിച്ചിട്ട് കാറിൽ ഏറി പോയാച്ച്. എന്റെ ഗുരുവായൂരപ്പ, ഞാനിനി എന്ത് പറയൂ എന്റെ ഈശ്വരാ. ജോസി ഉദ്ദേശിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും. താനിപ്പോ 5 ലക്ഷവും തട്ടിപ്പറിച്ചുകൊണ്ടോടി വെറും ഒരു കള്ളനല്ല. മഹാരാഷ്ട്ര പോലീസിനും കേരള പോലീസിനും ഒരുപോലെ ആവശ്യമുള്ള പിടികിട്ട പുള്ളിയാണ്. ബോംബെ അധോലോകത്തിലെ ഒരു പ്രധാന കണ്ണി. ബോംബെയോ? കുട്ടിക്കാലത്ത് മമ്മിയുടെ കൂടെ വേളാങ്കണ്ണി പോയെന്ന് വെച്ചാൽ കേരളത്തിന് പുറത്ത് എവിടെയും ഞാൻ പോയിട്ടില്ല. അത് നമുക്കല്ല അറിയുള്ളൂന്ന്. ആ പെരേരെല്ലാം നിന്ന് പോലീസിനും കൂടി ബോധ്യാവണ്ടേ? അവരെ ഇടികൊള്ളുമ്പോ പെരേരെല്ലാം ദാവൂദ് ഇബ്രാഹിം വന്നിട്ട് സമ്മതിച്ചു. അയ്യോ, ഇതിപ്പോ പെരേര എന്ന് പേരുള്ള വേറെ ആരോ ചെയ്യുന്ന മോഷണങ്ങളാണ് ഇയാളുടെ തലയിൽ വന്നിരിക്കുന്നത്. കൂടുതൽ സസ്പെൻസ് ഒന്നും വേണ്ട. നീ ഇപ്പൊ പറഞ്ഞ ആ പെരേരയാണ് ഈ പെരേര. ഒളിച്ചുകളി എനിക്കിഷ്ടമല്ല. ഓൺലി സ്ട്രൈറ്റ് ഡീലിങ്സ്. എനിക്കിപ്പോ വേണ്ടത് എന്റെ ഈ ഡ്യൂപ്ലിക്കേറ്റിനാണ്. ഡെഡ് ഓർ അലൈവ്. ഇവനെ കയ്യിൽ കിട്ടുന്നതുകൊണ്ട് എനിക്ക് ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. ഇങ്ങോട്ട് വാടാ മോനെ, വാ മോൻ, വാ, വാടോ, വാ. I say come. Come on. Come on. Come here, I say. Nice boy. ഐ ജിയുടെ മുഖത്ത് ഞാൻ ഇനി എങ്ങനെ നോക്കും? ഐ ജിയുടെ മുഖത്തിന് എന്ത് പറ്റി സാർ? ഓ, സ്റ്റേഷന്റെ തൊട്ട് മുമ്പിൽ വെച്ച് കിട്ടിയിട്ട് പോലും പെരേരയെ കസ്റ്റഡിയിലെടുക്കാൻ കഴിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ? പെരേര എത്തിയ സമയത്ത് തന്നെ കേരള എക്സ്പ്രസ് അതുവഴി വന്നതാണ് സർവത്ര കുഴപ്പത്തിനും കാരണം. എന്റെ കയ്യിൽ ഒരു ചുവന്ന തുണി ഉണ്ടായിരുന്നു, അത് വീശി കാണിച്ച് ഞാൻ ട്രെയിൻ നിർത്തിച്ചാനേ. ഓടാ, അല്ലെങ്കിൽ ഈ കേരള എക്സ്പ്രസ് എപ്പോഴും ലേറ്റാ. അല്പമെങ്കിലും നെറിവുണ്ടെങ്കിൽ അത് വഞ്ചിനാടിന് മാത്രമാണ്. വേണാടൊക്കെ പോയി. സാർ, ഒന്ന് നോക്കിയാൽ കേരള എക്സ്പ്രസിലും ജയന്തി ജനതയിലൊക്കെ സീസൺ ടിക്കറ്റുകാരെ റിസർവേഷൻ കമ്പാർട്ട്മെന്റുകളിൽ കേറ്റില്ല എന്ന് മന്ത്രി പറയുന്നത് വളരെ കഷ്ടമാണ്. സ്റ്റോപ്പ് ദിസ് നോൺസെൻസ്. എടോ, തന്നെ വിളിപ്പിച്ച കാര്യമെന്ത്? താൻ പറയുന്ന കാര്യമെന്ത്? സാർ, എന്ന് പറഞ്ഞാൽ ഈ ഹർഷത് മേത്ത അങ്ങനെ. ഓ, താനങ്ങോട്ട് മാറി വയ്ക്കേ. ഞാൻ ഒന്ന് പറഞ്ഞിട്ട് മാറി വയ്ക്കാൻ. കുഞ്ഞീശോ സാർ, ഈ പെരേര രക്ഷപ്പെട്ടതിനെ കുറിച്ച് താനെന്ത് പറയുന്നു? സാർ, എന്റെ ബലമായ വിശ്വാസം പെരേര അവന്റെ ഗ്യാങ്ങുമായിട്ട് പോലീസ് സ്റ്റേഷൻ ആക്രമിക്കാൻ വന്നതാണെന്നാ. എന്തേ? ഒന്നുമില്ല. പിന്നെ വീരപ്പൻ നടത്തിയത് പോലെ ഒരു വെല്ലുവിളി ആയിക്കോട്ടെ സാർ ഇത്? വെരി ഗുഡ്. തന്റെ ഈ ഫൈൻഡിങ്ങിൽ കലമ്പില്ലാതില്ല. പിന്നെ അവൻ ഓടിക്കളഞ്ഞത് അന്തരീക്ഷം പന്തിയല്ലെന്ന് കണ്ടതുകൊണ്ടാവാം. കറക്റ്റ്. സ്റ്റേഷനിൽ കുറച്ച് പോലീസുകാരെ കൂടി പോസ്റ്റ് ചെയ്ത തിരക്കില്ല സാർ. ഏത് നിമിഷവും ഇതുപോലുള്ള ആക്രമണ ശ്രമങ്ങൾ വീണ്ടും നടന്നേക്കാം. ദാറ്റ്സ് റൈറ്റ്. ഇതൊക്കെ പറഞ്ഞപ്പോഴാ ഓർത്തത്, സ്റ്റേഷന്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് ആ പെരേര എവിടെ പോയിരിക്കും സാർ? തന്റെ അമ്മായിയപ്പന്റെ വീട്ടിലേക്ക്. Nonsense. എല്ലായിടത്തും പെരേര തിരക്ക് മുതലാളി, തിരക്ക് മുതലാളി. ഈ പല്ലവി ഞാൻ കേട്ടുപോരുത്. എന്റെ ദൈവമേ, കുറെ മണ്ടന്മാരെയാണല്ലോ എനിക്ക് അസിസ്റ്റൻസായി കിട്ടിയിരിക്കുന്നത്. ഞങ്ങളെ അങ്ങനെ അങ്ങ് അവമാനിക്കരുത് മുതലാളി. ഞങ്ങളുടെ ബുദ്ധി തെളിയിക്കാൻ ഒരവസരം കൊടുത്തൂടെ? അയ്യടാ,
ഇനി പെരേര ഇവിടെ കൊണ്ടുവരാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. അവന്റെ പെങ്ങളെ തട്ടിക്കൊണ്ടുവരിക. അപ്പൊ അവൻ താനെ ഇവിടെ വന്നോളൂ. ഇതായി മുതലാളിയുടെ കുഴപ്പം. ഞാനും ഈ ഐഡിയ പറയാനിരുന്നതാ. പറയാനായി നാക്കെടുത്തത് മുതലാളി പറഞ്ഞത് ഒരുമിച്ചായിരുന്നു. ഐഡിയയുടെ ക്രെഡിറ്റ് മുതലാളിക്ക് കിട്ടിയേ. ഇങ്ങനെ ഓ അയ്യോ